maintenance of timings for Toastmaster sessions. I would now guest and Mr. Faiz for the general evaluation and awards. He will do it. Mr. Shalish. First of all, what was my time? 2 minutes late. 2 minutes late. Thank you. No, that is taken by now for exam. I am the responsible. Thank you, please. So, my job here, thank you very much. My job here is to evaluate your talks. First of all, I'm not responsible for this. I mean, like, I'm not able to do that because I never done this before. Normally, it is really hard for me to evaluate a person. I don't know how to do that, but I will speak something. Please don't feel sad about things I say because whatever I say here will definitely take a positive and you will challenge it. I saw Ganesh sir was taking the class and I felt like I was in the same class. I was in 11th grade and 12th grade. I was studying. I was the weakest student in English class and I failed in my 11th stand, by the way. And ഞാൻ ഏറ്റവും ബാക്കായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. One day, she was like, she is the motivation to me, by the way. But there were some എല്ലാ സ്റ്റുഡൻസിൻ്റെയും എൻ്റെ ക്ലാസ്സിൽ 15 ബോയ്സും 45 ഗേൾസാണ്. അതിൽ 45 ഗേൾസിൽ 43 ഗേൾസിനോട് ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പെൺകുട്ടികളുടെയും ബോയ്സിൻ്റെയും മുന്നിൽ വെച്ച് എന്നെ എണീപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ടീച്ചർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ എന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ എന്നെ പുറത്താക്കിയാലാണ് ടീച്ചർക്ക് നന്നായി ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായാലും എന്നോട് വരുള്ളൂ. സോ ഷി ആസ്ക് മി ദ ക്വസ്റ്റ്യൻ. എൻ്റെ അടുത്തുള്ള ആൾ എന്നെ സഹായിച്ചു പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉത്തരം ഇങ്ങനെ മംഗ്ലീഷിലാണ് പറഞ്ഞത്. അപ്പോൾ ടീച്ചർ ഈ പബ്ലിക്കായിട്ട് എന്നോട് പറഞ്ഞു, ചില ആൾക്കാർ ഇങ്ങനെ മംഗ്ലീഷ് സംസാരിക്കും, ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്ന് ടീച്ചർ ഒരു കമൻറ്റ് ചെയ്തു. അത് എപ്പോഴും എൻ്റെ സബ് കോൺഷ്യസിൽ കയറി. ആഫ്റ്റർ 3.5 years, +2 കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അധ്യാപകരെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷിനെ ട്രെയിനറായി മാറി. ദൈവത്തിൻ്റെ സഹായത്താൽ സിവിൽ സർവീസിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന സബ്ജക്റ്റ് പഠിപ്പിക്കാണ്. ഇംഗ്ലീഷിൻ്റെ അധ്യാപകർക്ക് ആക്സന്റ് ട്രെയിനിങ്, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൻ്റെ മോഡ്യൂൾസ് ഒക്കെ ചെയ്യുന്ന ഒരു ട്രെയിനറായി മാറി. എന്നിട്ട് ഞാൻ അതേ സ്കൂളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ടീച്ചറോട് ഞാൻ താങ്ക്സ് പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ടാവുന്ന ആ ഒരു ആത്മവിശ്വാസം അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റും. എന്താണെങ്കിലും ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ലെറ്റ് മീ കം ടു ദ പോയിന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ടോക്കേഴ്സ്, ഈവൻ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പ്ലീസ് ഡോണ്ട് ഫീൽ സാഡ് ഇഫ് ഐ സേ സംതിങ് റോങ്, ഓക്കെ? ബട്ട് ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ബിക്കോസ് നിങ്ങളൊക്കെ ഈ സദസ്സിൽ ഓരോ പ്രാവശ്യം പ്രസംഗിക്കും തോറും നിങ്ങളതിൽ നെഗറ്റീവ് സൈഡ് ആരെങ്കിലും കമൻറ്റ് പറഞ്ഞാൽ അതാണ് നിങ്ങളെ പിന്നീട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുള്ളൂ. It's not the positive comments that definitely it will help you, but the negative comments are നിങ്ങൾ improve ചെയ്യാൻ കൂടുതൽ സഹായിക്കുള്ളൂ. So take it as a positive thing. First of all, നമ്മുടെ റഫീഖ് സാറിൻ്റെ presentation was amazing. I really enjoyed it. അദ്ദേഹം പിന്നെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം he prepared well settled ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. I really liked it. Next thing, നമ്മളൊരു സ്റ്റേജിന് മുകളിൽ കയറിയാൽ ഫസ്റ്റ് നമ്മളൊരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. നമുക്ക് ആക്റ്റീവായിട്ട് നിങ്ങൾ ടെഡ് ടോക്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു, റെഡ് കാർപ്പറ്റ്, റൈറ്റ്? അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ പോകണം. ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊജക്ടർ ഇരിക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ സ്റ്റാൻഡിങ് ഹിയർ മൂവിങ് അറൗണ്ട്, യു ഹാവ് ടു കം ടു ദിസ് സൈഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സ്ക്രീൻ അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് വേണം സംസാരിക്കാൻ, സോ ദാറ്റ് യു വിൽ ഗെറ്റ് a comfortable zone to walk around. First of all, നമ്മൾ അതാണ് ചെയ്യേണ്ടത്. Second thing, I felt like അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. റഫീഖ് സാറിന് he was uncomfortable moving from that side because of the light of this projector. So it was really nice presentation. And next thing, ഞാൻ എല്ലാവരുടെയും കൂടിയിട്ടാണ് പറയുന്നത്. ഈ പിന്നെ I don't know if I am doing it. ഞാൻ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, but still take it as a positive thing. നമ്മൾ ഫസ്റ്റ് പ്രസൻറ്റേഷൻ വന്ന most of you have little experience in presentations. So ഞാനിപ്പോൾ ഷെരീഫിനോട് ഇന്ന് വരുമ്പോൾ കാറിൽ വരുന്നു പറഞ്ഞു, നല്ലൊരു പ്രാസംഗികനാണെങ്കിൽ 100 സദസ്സുകളിൽ പ്രസംഗിക്കണം. പക്ഷേ ഓരോ സദസ്സിലും നിങ്ങൾ പ്രസംഗിക്കുന്ന ഇമ്പ്രൂവ് ആകാതെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബെനിഫിറ്റ്. ഈച്ച് ആൻഡ് എവറി പ്രസൻറ്റേഷൻ you have to learn what was the missing and what was something wrong I made in my last session.
അത് നമ്മൾ പഠിക്കണമെങ്കിൽ അത് ഇമ്പ്രൂവ് ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പ്രാസംഗികനായി മാറാൻ പറ്റും. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ബി ഒരുപാട് സൈക്കോളജിയിൽ ഒരുപാട് ടെക്നിക്സ് പറയുന്നുണ്ട്. നമ്മൾ സ്റ്റേജിൽ വന്നാൽ ഫസ്റ്റ് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? ആ ടെൻഷൻ കുറച്ച് കഴിയുമ്പോഴേക്കും മാറും, പിന്നെ നമ്മളൊരു ഈസി വേയിലൂടെ കടന്നു പോകും. ബട്ട് ഫസ്റ്റത്തെ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഇൻറ്റൻഷനലി നമ്മൾ ചെയ്യാം. ഇതിനെയാണ് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കാം, ഇല്ലാത്തവരത് സെർച്ച് ചെയ്യണം. ഐസ് ബ്രേക്കിങ്ങിനുള്ള കുറേ ടെക്നിക്സ് നമ്മൾ എടുത്തു വേണം. യു ക്യാൻ ജസ്റ്റ് ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഐ മീൻ ഓഡിയൻസിനോട് ചോദ്യം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ പിന്നെ ഞാനൊരു ടീച്ചേഴ്സിനുള്ള ഒരു ട്രെയിനിങ് സെഷനിൽ ഞാനിങ്ങനെ കുറേ പോയി നിന്നിട്ട് അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് ഐസ് ബ്രേക്കിംഗ്. ഞാൻ അവിടെ മാത്രമേ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. നിന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഞാൻ അങ്ങനെ മിണ്ടാതെ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഇവരൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ ചെറിയ ചെക്ക അവിടെ വന്നതും പോരാ, ഞങ്ങളൊക്കെ നോക്കിയിരിക്കുന്നതാണ് എന്നവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് ഇതായിരുന്നു, ഐ വാസ് റീഡിങ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അപ്പോഴേക്ക് അവരുടെ ആ ഒരു പ്രെജുഡീസ് എന്ന് പറയും, മുൻവിധി ഒക്കെ ഉണ്ടാകും. കാരണം ടീച്ചേഴ്സ് എൻ്റെ മുന്നിൽ, ഈ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ എന്നെ പോലെ ഒരു ചെറിയ ചെക്കൻ പോയിട്ട് എന്താ ചെയ്യാമെന്നുള്ള ആ മുൻവിധിയൊക്കെ പൊളിച്ച് അവരൊരു ഐസ് മെൽറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ദാറ്റ്സ് കോൾഡ് ഐസ് ബ്രേക്കിംഗ്. അതിന് നമ്മൾക്ക് എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ യു വിൽ ഫീൽ മോർ കോൺഫിഡൻറ്റ്. നിങ്ങൾ വറീഡ് ആവില്ല, ആങ്ഷ്യസ് ആവില്ല, യു വിൽ നോട്ട് ബി സ്കെയർഡ് ഓഫ് എനിത്തിങ് യു പ്രസന്റ്. നെക്സ്റ്റ് നമ്മുടെ ജെസ്റ്റേഴ്സിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ഓൾവേസ് സ്റ്റാർട്ട് മേക്കിംഗ് ജെസ്റ്റേഴ്സ് വിച്ച് ഈസ് അബവ് യുവർ ഇതിൻ്റെ ലെവലിൻ്റെ ചെസ് ലെവലിൻ്റെ മുകളിലേക്കുള്ള ജെസ്റ്റേഴ്സ് ഇടയ്ക്കൊക്കെ കാണിക്കുന്നത് ഈ ഓഡിയൻസ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. സോ ജെസ്റ്റേഴ്സിനെ കുറിച്ചും നിങ്ങൾ റിസർച്ച് ചെയ്യണം. ഞാൻ ഐ എം എൻ ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ EPS എന്ന് പറയും. അപ്പോൾ ടെക്നിക്സുകൾ കുറച്ച് പറഞ്ഞു തരുന്നുള്ളൂ. സോ യു കെൻ ഗോ റിസർച്ച് യുവർ സെൽഫ് ആൻഡ് ഇംപ്രൂവ്. Then I really liked the energy of Ganesh sir. He was really energetic. And Shibin, it was really amazing that you have taken this move. But there is something you should know. നമ്മുടെ eye contact is always important. നമ്മുടെ മുന്നിലിരിക്കുന്നവർക്ക് തോന്നണം, ഇയാളെ ഞാൻ കേൾക്കുന്നുണ്ട്. നമ്മൾ ഐ കോൺടാക്ട് എന്ന് പറയുമ്പോൾ ഷെബിൻ എന്തോ സംസാരിച്ച സമയത്ത് ഇഫ് യു ചെക്ക് ദ വീഡിയോ യു വിൽ സീ ദാറ്റ് അറൗണ്ട് 10% ബിലോ ടൈം മാത്രമാണ് ഷെബിൻ ഓഡിയൻസിനോട് നിലനിർത്തിയിരുന്നത്. ബട്ട് ദ വേ ഹി പ്രിപ്പയർഡ് വാസ് അമേസിങ്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. സോ ഐ റിയലി ടെൽ യു, നിങ്ങൾ ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലും എനിക്ക് ഇറ്റ്സ് റിയലി ഹെൽപ് ടു മീ. ഐ മീൻ ലൈക്ക് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. So I want you to improve that point so that you can become a great speaker soon, definitely. And next thing is നമ്മുടെ presentation slide ചെയ്യുന്ന സമയത്ത് ഞാൻ highly recommended program സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരു പ്രാസംഗികനുണ്ട്, അറിയാം? ആപ്പിളിൻ്റെ ഇൻവെൻറ്റർ അറിയില്ല, സ്റ്റീവ് ജോബ്സ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈലി റെക്കമെൻഡഡ് പ്രസൻറ്റേഷൻ സ്കിൽസ്. നിങ്ങളുടെ ക്ലിപ്പുകൾ ഒരിക്കലും ഒരുപാട് സ്ലൈഡുകൾ ആവരുത്. നെവർ എവർ ഡു. സെക്കൻഡ് തിങ്, ഒരിക്കലും ഒന്നിൽ കൂടുതൽ പിക്ചേഴ്സ് ഇടാതിരിക്കും. ഈവൻ ഇഫ് യു മേക്ക് പിക്ചേഴ്സ് ആൻഡ് ട്രൈ ടു കൺവേർട്ട് മോസ്റ്റ് ഓഫ് ദ വേർഡ്സ് ഇൻ ടു പിക്ചേഴ്സ്. ഒരിക്കലും കൂടുതൽ വേർഡ്സുകൾ ഇങ്ങനെ എഴുതിയിട്ട് അതിങ്ങനെ വായിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. ഐ മീൻ ഇറ്റ്സ് നോട്ട് ഗുഡ് തിങ് ഇൻ പ്രസൻറ്റേഷൻ. അത് ഓഡിയൻസിന് ഒരു ഓക്വേർഡ് ഫീൽ ചെയ്യും. പിന്നെ പോയിന്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും മേക്ക് ഇറ്റ് ആസ് ഷോർട്ട് ആസ് പോസിബിൾ. ഏറ്റവും ഷോർട്ടാക്കിയിട്ട് വേണം പോയിന്റ്സ് എഴുതാൻ. കുറച്ച് കീവേഡ്സ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യണം. നെക്സ്റ്റ് തിങ്, ഇറ്റ് ഈസ് ബെറ്റർ, ഹൈലി റെക്കമെൻഡ് നോട്ട് ടു ലുക്ക് അറ്റ് ദ സ്ക്രീൻ ഓൺ ദ പ്രൊജക്ടർ, ബട്ട് ഇൻസ്റ്റെഡ് യു കെൻ ലുക്ക് അറ്റ് ദ ലാപ്ടോപ്പ്. ദെൻ യു വിൽ ഫീൽ, ഐ മീൻ ദ ഓഡിയൻസ് ഫീൽ കംഫർട്ടബിൾ ലൈക്ക് യു ആർ ലുക്കിംഗ് അറ്റ് ദം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കണം, അവിടെ നോക്കി സംസാരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് തിങ്. ആൻഡ് വേറെ എവിടെയും നോക്കരുത്. യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ഓഡിയൻസ് ഫേസസ്. ആൻഡ് ദെൻ കുറേ പോയിന്റ്സ് ഉണ്ട്. And one more important thing, നമ്മുടെ ബഷീറിൻ്റെ presentation was amazing. I mean the way he presented. But still നിങ്ങൾ വേറെ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം ഒരിക്കലും നമുക്ക് ചിലപ്പോൾ കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഷെരീഫ് ഡിഡ് എൻ അമേസിങ് ജോബ് ദർ. ബാക്കിയുള്ളവർ ആരും ചെയ്യാത്തതായിരുന്നു. കാരണം നമ്മൾ കഴിയാറായ പെട്ടെന്ന് ട്രെയിനിങ് ചെയ്ത് ഗിയർ മാറ്റരുത്. നെവർ എവർ ഡു ദാറ്റ്. കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ലൈഡിൻ്റെ അവിടെ വെച്ച് അവസാനിപ്പിക്കുക. നിങ്ങളിങ്ങനെ ഫാസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിന് അത് വലിയ ഒരു ഓക്വേർഡായിട്ട് നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യും. യു ഫീൽ നെവർ എവർ ഡു ദാറ്റ്. ഈവൻ ഇഫ് ദ ടൈം ഇസ് അപ്പ്, ജസ്റ്റ് സ്റ്റോപ്പ് ദർ. എന്നിട്ട് പറയാം,
I'm really sorry that I couldn't finish it. That is a better way of communication because I'm an art of influence trainer, you know that. Even ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. I've been writing a book on art of influence recently, 2 years before. അപ്പോൾ ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ, നമ്മൾ മനുഷ്യരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അത് പ്രസൻറ്റേഷന് വന്നു കഴിഞ്ഞാൽ നന്നായി പ്രാസംഗികരായാൽ നിങ്ങളെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ബി സച്ച് എ ഗ്രേറ്റ് സ്പീക്കർ. ഞാൻ ഒരുപാട് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തടത്ത് നിന്ന് എന്നെ പോലെ തന്നെ തുടങ്ങിയ ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വിത്തിൻ 2-3 years കൊണ്ട് നല്ല പ്രാസംഗികരായിട്ട് മാറും. ഈ ഒരു പ്ലാറ്റ്ഫോം അതിന് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും ഓൾവേസ് നിങ്ങളെ മനസ്സിലാക്കുക, നമ്മൾ മോർ ദാൻ യു സ്പീക്ക് യു ഹാവ് ടു ലിസൺ, റൈറ്റ്? സോ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാർ ലിസൺ ചെയ്യാണ് നമ്മളെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ എപ്പോഴും റിസർച്ച് ചെയ്യുക. ദ ബെസ്റ്റ് വേ ഈസ് ടു മേക്ക് റിസർച്ചസ് ഓൺ എ പ്രസൻറ്റേഷൻ സ്കിൽ. എല്ലായിടത്തും എപ്പോഴും ടെക് ടോക്സുകൾ വാച്ച് ചെയ്യുക. യൂട്യൂബിലൊക്കെ ഒരുപാട് ടെക് ടോക്സ് കിട്ടും എപ്പോഴും. കാരണം 20 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് ലൈഫിൽ തന്നെ നടത്തിയ റിസർച്ച് മുഴുവനാണ് അവതരിപ്പിക്കുന്നത്. സോ മേക്ക് റിസർച്ചസ് on TED Talks and different talks of great people, copy their style and try to influence people. ഞാനൊരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം. സ്ത്രീകളെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാൽ ആണുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ ഈസിയാണ്. എങ്ങനെയെന്ന് അറിയാം? സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ പറയാറുണ്ട്, ഞാൻ ഈ പഠിച്ചത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണേ. സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ പിന്നെ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം, അവരെ ഹഗ് ചെയ്യണം. ഹസ്ബൻഡ് വരും പറ്റും. പിന്നെ അവരോട് പിന്നെ നന്നായി അവരെ ഇടയ്ക്കൊക്കെ പിക്നിക്കിന് കൊണ്ടുപോകണം, നല്ല സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കണം, അവരുടെ കൂടെ ഉണ്ടെന്ന് തോന്നണം, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ സ്ത്രീകൾക്ക് ഇത് വളരെ എളുപ്പമാണ്. എങ്ങനെയാണെന്ന് ആണുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്ത്രീകൾക്ക് വളരെ എളുപ്പമാണെന്ന് പറയുന്നത്. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നേക്കഡ് ആയിട്ട് അവർ മുന്നിൽ പോയാൽ മതി. ഇറ്റ്സ് എൻ ഇൻഫ്ലുവൻസിങ് ടെക്നിക് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പുറത്തൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറേ മെത്തേഡ്സ് കണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ലെങ്കിൽ ദർ ഇസ് എ ടെക്നിക്. വരുമ്പോൾ തന്നെ 3 പ്രാവശ്യം ഡീപ്പായിട്ട് ബ്രെത്ത് ചെയ്യാം, ശ്വാസം എടുക്കും. അതിന് യു വിൽ ഫീൽ മോർ കോൺഫിഡൻറ്റ്. നെക്സ്റ്റ് തിങ്, ഇവിടെ വന്ന് നേരെ സംസാരിച്ച് തുടങ്ങരുത്. യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ഓഡിയൻസ് ആൻഡ് സീ വേർ യു ഗോയിങ് ടു ടോക്ക്. എന്നിട്ട് ഇവരുമായിട്ടൊരു പിന്നെ ഒരു റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിന് കുറച്ച് സമയം മിണ്ടാതിരിക്കും. ദെൻ സ്റ്റാർട്ട് സ്ലോലി. ഈ സമയത്തിനിടയ്ക്ക് പിന്നെ സൈക്കോളജിയിൽ ഒരു വലിയ ടെക്നിക്ക് പറയുന്നത്, നമുക്ക് വല്ലാതെ ടെൻഷൻ ഉണ്ടെങ്കിൽ മുന്നിലിരിക്കുന്നവരൊക്കെ ഒന്നും ഇടാതെ ഇരിക്കുന്നു എന്നുള്ള ഒരു മൈൻഡോട് കൂടി നോക്കി പ്രസംഗിച്ചാൽ മതി. എന്ത് ചെയ്യില്ല, ഒരു പിന്നെ പേടി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് വേറെ ടെക്നിക്സ് നിങ്ങൾക്ക് റിലാക്സേഷൻ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 30 seconds എങ്കിലും നിങ്ങൾ മിണ്ടാതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, പിന്നീടാണ് തുടങ്ങുക. Then if you start, you will definitely enjoy very well. Presentation skills is something that we have to learn about, and I really appreciate all of you to become such a great speaker. I wish you all the success. Thank you very much.